അതെ, ഇന്ന് ഞാനേ നാട്ടിൽ വന്നതിന് ശേഷമുള്ളൊരു വിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് 2 വരാലിന് കിട്ടി കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ കൊണ്ട് തന്നതാണേ. അപ്പോൾ ഇവനെ നന്നാക്കി എടുക്കുക എന്നുള്ളത് ഇത്തിരി പാടായതുകൊണ്ട് ഞാനിച്ചിരി ഉപ്പും ചെറു ചൂടുള്ള പുളിവെള്ളത്തിലുമാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചൂടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ മീൻ വെന്ത് പോവേ. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി സമയത്തേക്ക് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കല്ലിട്ട് ഉരച്ചെടുക്കുക എന്നാണ് ഓർത്തത്. കാര്യം ഈ വരാലിനെയൊക്കെ നന്നാക്കി എടുക്കൽ ഇത്തിരി പാടുള്ള പണിയാണല്ലോ. അപ്പോൾ ഇതാണ് ഇവന്മാരുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് ഇവന്മാരെ നന്നായിട്ട് കഴുകി മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇവന്മാരെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുവാണ്. കാര്യം വരാലിന് അത്യാവശ്യം കൂടുതൽ സമയം വേണമല്ലോ അത് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓർക്കുന്നത് ഈ മീൻകറി ഇത് നമുക്ക് ചേർത്തലക്കാരുടെ സ്റ്റൈലിൽ പൊള്ളിക്കാമെന്നാണ് ഓർക്കുന്നത്. അതായത് ഞങ്ങൾ ഈ മുളകിൽ വെക്കുന്നതിനാണ് പൊള്ളിക്കലെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ മുളകിൽ വെക്കുന്ന കറിക്ക് എന്താ പറയുന്നത് എന്നോട് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കറിക്കെടുക്കാം കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് ഇവന്മാരെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇതിന് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും തക്കാളിയും പിന്നെ കുറച്ച് അധികം ചെറിയുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവന്മാർ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണേ. അപ്പം നമുക്ക് ഇടികല്ലിലിട്ട് ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൺചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്നാവുമല്ലോ എന്ന് ഓർത്താണ്. അപ്പം ഈ മൺചട്ടിയിലാകുമ്പോഴത്തേക്കും ചൂടൊന്ന് ശ്രദ്ധിക്കണം അല്ലേ, അല്ലെങ്കിൽ ചട്ടി ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം ഞാൻ ചെറിയതായിട്ട് ചൂടായിട്ടുണ്ട് ചട്ടി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുന്നുള്ളേ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തീ എപ്പോഴും കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയ കറിയുടെ ടേസ്റ്റ് എല്ലാം മാറുവേ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇത്തിരി വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് പച്ചമുളകൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളകും ഒക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചതച്ച് വെച്ചിരിക്കണേയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ചെറിയുള്ളിയും കൂടെ വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താണെങ്കിൽ പെട്ടെന്ന് ഇതാവുകയെ. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തു. ഇത് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളേ. അപ്പം ഇനി ഇത് ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് വെക്കാവേ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇടേണ്ടത്. അപ്പോൾ ഞാനിതിന് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന സ്പൂണിന് 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. 2 പിന്നെ കുറച്ച് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൽ കുറച്ച് വെള്ളവും കൂടി ഇട്ട് കലക്കാമെന്ന് ഓർത്ത്. കാര്യം ഡയറക്റ്റായിട്ട് നമ്മൾ ചട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞെങ്ങാനും പോയാലോ എന്നോർത്ത് ഞാനത് വെള്ളത്തിൽ കലക്കിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരുവേ. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ആകുമ്പോഴത്തേക്കും ആ പെട്ടെന്നാവുകയും ചെയ്യും. പിന്നെ ആ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തുമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കൂടെ ഉപ്പ് വേണമായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ ഒരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരു കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പുളി കൂടിപ്പോയാലും കൊള്ളില്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇനി അതൊരു നമുക്ക് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ ആക്കി വെക്കാവേ. അപ്പം ഞാൻ ഓർത്തപ്പോൾ ഈ സമയം കൊണ്ട് കുറച്ച് മീനെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനിനെ നമുക്ക് വറുക്കാമെന്ന് ഓർത്ത്. കാര്യം പിള്ളേർ മീൻ കറി കൂട്ടത്തില്ല. അപ്പം ഞാൻ ഓർത്തുന്ന അതിന് നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഈ മീൻ കറി ആകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനും കൂടെ ഫ്രൈ ആയി വരുമല്ലോ. അപ്പോഴത്തേക്കും ഇപ്പം ഞാൻ മീനും കൂടെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറി ഒന്ന് എന്തായി എന്നുള്ളതൊന്ന് നോക്കണേ. ഇപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മീൻ കറി. ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോ വരാം.